കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അരുൺ വി മോഹൻ, പാർട്ടി പ്രവർത്തകരായ ടോണി ബേബി, റിൻസ് വർഗീസ്, സജിത് എബ്രഹാം എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. സിജോ വർഗീസ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സിജോ, ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പോലീസിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ തന്നെ കലാരാജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ നടപടികളിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? സ്നേഹ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഈ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. എന്തായാലും വലിയ ഒരു ആരോപണമായിരുന്നു കലാരാജു CPM നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരുന്നത്. പാർട്ടിക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ നഗരസഭയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അവർ ഉയർത്തുകയും ചെയ്തു. പൊതുസമൂഹത്തിൽ വെച്ച് വസ്ത്രാക്ഷേപം നടത്തി, സ്ത്രീത്വത്തെ അപമാനിച്ചു, മർദ്ദിച്ചു, വധഭീഷണി മുഴക്കി, അങ്ങനെ തട്ടിക്കൊണ്ടുപോയി തുടങ്ങിയ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 4 കേസുകളാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ള കേസിലാണ് കേസ് എടുത്തിരിക്കുന്നത്. മറ്റൊന്ന് UDF പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ CPM നേതൃത്വത്തെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിന് അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം നഗരസഭാ അധ്യക്ഷയെ മർദ്ദിച്ചു എന്നുള്ള കേസിലും UDF അംഗങ്ങളെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ 4 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ള കേസിൽ തന്നെയാണ്. അതിൽ ഒരു വ്യക്തത വരുത്താനുള്ള ശ്രമം നേരത്തെ തന്നെ നടത്തുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുക. ഇതുമായി ബന്ധപ്പെട്ടാണ് 4 പേരെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CPM ബ്രാഞ്ച് സെക്രട്ടറി അരുൺ വി മോഹൻ, പാർട്ടി പ്രവർത്തകരായ ടോണി ബേബി, റിൻസ് വർഗീസ്, സജിത് എബ്രഹാം എന്നിവരെയാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. അവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് അവരിപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അവരുടെ വൈദ്യപരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും മൂവാറ്റുപുഴ കോടതിയിൽ അവരെ ഹാജരാക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റ് കേസുകളിലും സമാന്തരമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. എന്തായാലും CPM ഏരിയ സെക്രട്ടറി, ഒപ്പം തന്നെ നഗരസഭാ ചെയർപേഴ്സൺ, നഗരസഭാ വൈസ് ചെയർമാൻ, CPM കൂത്തട്ടുകുളം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിൽ പ്രതിസ്ഥാനത്തുണ്ട്. കണ്ടാലറിയാവുന്ന 45 പേരെയാണ് ഇതിൽ പ്രതി ചേർത്തിട്ടുള്ളത്. എന്തായാലും ഈ പ്രധാനമായും പ്രതിസ്ഥാനത്തുള്ള ആളുകൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ ഇരിക്കെ ഇന്ന് കലാരാജുവിൻ്റെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തും. ഇതുവരെ താൻ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ പോലീസ് പ്രാരംഭഘട്ടത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ മൊഴി രേഖപ്പെടുത്തുന്നതിൽ ചില അവ്യക്തതകളുണ്ടായിരുന്നു. ചില ഭാഗങ്ങളിൽ അത് കൃത്യമായി രേഖപ്പെടുത്തുമോ എന്നുള്ളതെല്ലാം സംശയമുണ്ട്. അതുകൊണ്ട് രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നൊരു ആവശ്യം കലാരാജു ഉന്നയിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2:30 കലാരാജുവിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. അതിനുശേഷമായിരിക്കും ഒരു തുടർ നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലെല്ലാം കലാരാജുവിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവുക. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു നടപടികൾ കടുപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ UDF പ്രവർത്തകരുടെ വലിയ രീതിയിലൊരു പ്രതിഷേധം കൂത്താട്ടുകുളത്തുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി CPM ഒരു നയവിശദീകരണ യോഗവും കൂത്താട്ടുകുളത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്നേഹ. ശരി സിജോ.